കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇടതുമുന്നണിയും CPM-ഉം കടന്നുപോകുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടികൾക്ക് പിന്നാലെ പാർട്ടി ഭരണത്തിലും സംഘടനയിലും മാറ്റം വേണമെന്ന ആവശ്യം ഘടകകക്ഷികളിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കട്ടെ എന്ന ഉറച്ച നിലപാടിലാണ് CPM കേന്ദ്ര നേതൃത്വം. പ്രതിസന്ധികൾക്കിടയിലും പിണറായിയെ തന്നെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പാർട്ടിയുടെ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ MA ബേബിയാണ് പിണറായി വിജയൻ തന്നെ നായകനാകണമെന്ന നിർദ്ദേശം കൈമാറിയത്. നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പിണറായി വിജയന് പകരമായി മറ്റൊരു മുഖം ഉയർത്തിക്കാട്ടാനില്ലെന്ന യാഥാർത്ഥ്യം കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുന്നുമുണ്ട്. നേതൃമാറ്റം എന്ന ആവശ്യം ഘടകകക്ഷികൾക്കിടയിൽ ഉണ്ടെങ്കിലും ഒരു ഭരണ തുടർച്ചയ്ക്ക് ശ്രമിക്കുന്ന പാർട്ടിക്ക് പിണറായിയുടെ നേതൃത്വവും ജനസ്വാധീനവും അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയന് പകരക്കാരിയായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു KK ശൈലജ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രശംസ ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഉയർന്നു വന്ന PPI കിറ്റ് അഴിമതി ആരോപണങ്ങൾ ശൈലജയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തോതിൽ മങ്ങലേൽപ്പിച്ചു. അഴിമതി ആരോപണങ്ങളെ അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും പൊതുസമൂഹത്തിലും പാർട്ടിയിലും അത് വലിയ ചർച്ചയായി. ഈ ഒരു സാഹചര്യത്തിൽ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന് പാർട്ടി ഭയപ്പെടുന്നുണ്ട്. നിലവിൽ സാധ്യത കേന്ദ്ര നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. മികച്ച രണ്ടാം നിര നേതാക്കളുടെ അഭാവം CPM ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. എങ്കിലും KN ബാലഗോപാൽ, P രാജീവ് നിലവിൽ പാർട്ടിയുടെ പ്രതീക്ഷകളാണ്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ധനകാര്യ വകുപ്പിനെ വിവാദരഹിതമായി നയിക്കാൻ ബാലഗോപാലിന് സാധിച്ചുവെന്നത് അദ്ദേഹത്തിന്റെ വലിയ നേട്ടമാണ്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഈ നേതാവ് പാർട്ടിയുടെ ചിരിക്കുന്ന മുഖമെന്നാണ് അറിയപ്പെടുന്നത്. താരതമ്യേന മെച്ചപ്പെട്ട പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടെങ്കിലും പാർട്ടി സംഘടനയ്ക്കുള്ളിൽ പിണറായി വിജയന് തുല്യമായ ഒരു സ്വാധീനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം ജില്ലയിൽ നിന്നുള്ള യുവ നേതാവായ P രാജീവ് വ്യവസായ മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് നടത്തുന്നത്. സംഘാടകനാണെങ്കിലും സംസ്ഥാനമൊട്ടാകെ സ്വീകാര്യനായ ഒരു ബദൽ നേതാവായി വളരാൻ ഇനിയും മികച്ച സമയം ആവശ്യമാണ്. ഇവർ രണ്ടുപേർക്കും പാർട്ടി ഘടനയിൽ ഇപ്പോഴുള്ള സ്വാധീനം കുറവായതുകൊണ്ട് തന്നെ പിണറായിക്ക് പകരക്കാരനായി ഇവരുടെ പേരുകൾ സംഘടനയിൽ നിന്നും ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരമായിരുന്നു 2 ടേം നിബന്ധന. തുടർച്ചയായി 2 തവണ MLA ആയവർ മാറി നിൽക്കണമെന്ന ഈ നിയമം നടപ്പിലാക്കാൻ മുൻകൈയെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഇതിന്റെ ഫലമായാണ് ഡോക്ടർ TM തോമസ് ഐസക്, G സുധാകരൻ തുടങ്ങിയ കരുത്തരായ നേതാക്കൾക്ക് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. എന്നാൽ 2016-ലും 2021-ലും MLA ആയ പിണറായി വിജയനും ഇപ്പോൾ ഈ നിബന്ധനയുടെ പരിധിയിൽ വരുന്നുണ്ട്. സ്വന്തം കാര്യത്തിൽ അദ്ദേഹം എന്ത് നിലപാടെടുക്കുമെന്നത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെയാണ് നോക്കുന്നത്. വ്യക്തിപരമായ തീരുമാനങ്ങളില്ല, പാർട്ടി എന്തു പറയുന്നോ അതനുസരിക്കുമെന്ന പതിവ് നിലപാടിലാണ് മുഖ്യമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിനും KK ശൈലജയ്ക്കും ഇളവ് നൽകിയ സാഹചര്യം പിണറായിക്കും ബാധകമാക്കിയേക്കാം. പാർട്ടിയെ സംബന്ധിച്ചിപ്പോൾ ഇളവ് എന്നത് അനിവാര്യവുമാണ്. പിണറായി വിജയനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആ പാർട്ടി പരാജയം സംബന്ധിച്ചതിന് തുല്യമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന് CPM ഭയപ്പെടുന്നുമുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പിണറായിയുടെ അണികൾക്ക് ആവേശം നൽകും. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ പിണറായിയുടെ നേതൃത്വത്തിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ തടസ്സമില്ല. എന്നാൽ ഫലം പ്രതികൂലമായാൽ കഥ മാറും. പരാജയപ്പെട്ടാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും പിണറായിക്ക് ലഭിക്കാൻ സാധ്യതയില്ല. പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനത്തു കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ കേന്ദ്ര നേതൃത്വം കർശനമായ നിലപാടുകളിലേക്ക് നീങ്ങും. ഈ സാഹചര്യത്തിൽ KN ബാലഗോപാലോ P രാജീവോ പോലുള്ള പുതിയ മുഖങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാനായിരിക്കും കേന്ദ്ര നേതൃത്വം താല്പര്യപ്പെടുക. ചുരുക്കത്തിൽ വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും പിണറായി വിജയൻ എന്ന കരുത്തുറ്റ നേതാവിൽ തന്നെയാണ് CPM ഇപ്പോഴും വിശ്വസിക്കുന്നത്. അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ തരംഗവും മറികടക്കാൻ പിണറായിയുടെ നേതൃത്വത്തിന് കഴിയുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കേരളത്തിലെ CPM-ൽ ഒരു തലമുറ മാറ്റത്തിന്റെ തുടക്കം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. അത് പിണറായിയുടെ കീഴിലുള്ള തുടർച്ചയാകുമോ അതോ പുതിയൊരു നേതൃത്വത്തിന് ഉദയമാകുമോ എന്നത് വരും മാസങ്ങളിലെ രാഷ്ട്രീയ ചലനങ്ങൾ തീരുമാനിക്കും.